എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള കൊണ്ടുപിടിച്ച ഓട്ടത്തിലാണ്. തിരഞ്ഞെടുപ്പ് ചൂടാകാറാകുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും CPMന്റെ കൊല്ലം ജില്ലയിലെ സ്ഥാനാർത്ഥികളെ ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ് പാർട്ടി. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൊണ്ടുപിടിച്ച് ഓട്ടം നടത്തുമ്പോൾ CPMൽ കൊല്ലം ജില്ലയിലെ സ്ഥാനാർത്ഥികൾ ഏകദേശം ധാരണയിലായിരിക്കുന്നു. നിലവിൽ ഇതിനോടകം തന്നെ തീ പാറുന്ന മണ്ഡലങ്ങൾ ഒന്നായി മാറിയ കൊട്ടാരക്കരയിൽ ഇത്തവണയും KN ബാലഗോപാൽ തന്നെയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിന്റെ പ്രചരണവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ബഡ്ജറ്റിൽ അടക്കം വലിയ തുകയും വികസനവുമാണ് കൊല്ലത്തിന് വേണ്ടി ബാലഗോപാൽ മാറ്റിവെച്ചത് എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. അതിലേറെയും സ്വന്തം മണ്ഡലമായ കൊട്ടാരക്കരയിലേക്കാണ് നീക്കിവെച്ചത്, അല്ലെങ്കിൽ കൊട്ടാരക്കരയെ ലക്ഷ്യം വെച്ചായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഹെലിപാഡ് ഉണ്ട്, ഡ്രോൺ പാർക്ക് ഉണ്ട്, ബൈപ്പാസ് നിർമ്മാണമുണ്ട്. ഇവയെല്ലാം അതിലുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതകളാണ്. തെരഞ്ഞെടുപ്പ് ഗിമിക്കുകൾക്കപ്പുറം കഴിഞ്ഞ 5 വർഷ കാലയളവും മണ്ഡലത്തിൽ ബാലഗോപാൽ സജീവമായിരുന്നു എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ പ്രചരണത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ മുന്നിലെത്താനും CPMന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇത്തവണ ബാലഗോപാലിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. UDFും NDAയും ഇതുവരെ സ്ഥാനാർത്ഥികളിൽ തീരുമാനമാകാത്തതും പ്രാഥമികമായി CPMന് എഡ്ജ് നൽകുന്ന ഒരു ഘടകമായി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇത്തവണ കൊല്ലം ജില്ലയിൽ തീ പാറുന്ന പോരാട്ടം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കൊട്ടാരക്കര എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇടത് പാളയത്തിൽ നിന്ന് UDFിൽ എത്തിയ ആയിഷ പോറ്റി സ്ഥാനാർത്ഥിയാകുമെന്ന് വാർത്തകൾ ഉണ്ടെങ്കിലും കോൺഗ്രസിൽ സ്ഥാനമോഹികൾ ഏറെയാണ് എന്നുള്ളതാണ് കോൺഗ്രസിനെ പിടിച്ചുകുലുക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. NDAയിൽ ആദ്യഘട്ടത്തിൽ ഉയർന്നു കേട്ട പേര് 2020ൽ അടുത്തിടെ എത്തിയ അഖിൽ മാരാറുടേതായിരുന്നു. എന്നാൽ പിന്നീട് കോൺഗ്രസിന്റെ കഴിഞ്ഞ തവണ നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്ന രശ്മി BJPയിൽ അംഗത്വമെടുത്തതോടെ NDAയിൽ സ്ഥാനാർത്ഥിയായി രശ്മിയുടെ പേരാണ് നിലവിൽ ഉയർന്നു കേൾക്കുന്നത്. ബാലഗോപാലാകട്ടെ ഗൃഹസമ്പർക്കം അടക്കമുള്ള പ്രചരണവുമായി ഏറെ മുന്നോട്ട് പോകുമ്പോഴാണ് NDAയും ഇപ്പോൾ സ്ഥാനാർത്ഥിയും ആകാതെ നിൽക്കുന്നത്. NDAയും UDFും ജാതി സമവാക്യങ്ങൾ നിർണായകമാകുന്ന ഈ മണ്ഡലത്തിൽ അത്തരം ചില സാമുദായിക നേതാക്കളെയും LDF നേതാക്കൾ കണ്ടതായി നിലവിൽ സൂചനകളുണ്ട്. വരും തിരഞ്ഞെടുപ്പിൽ CPM 100% വിജയം വച്ചു പുലർത്തുന്ന ഒരു ജില്ലയാണ് കൊല്ലം എന്ന് പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്കായി എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അവർക്ക് പറയത്തക്ക ക്ഷീണം കൊല്ലത്ത് സംഭവിച്ചിട്ടുമില്ല എന്നുള്ളതും ബാലഗോപാലിന്റെ പ്രതീക്ഷ അവിടെ വർദ്ധിപ്പിക്കുന്നുണ്ട്. മറുഭാഗത്താകട്ടെ UDFന് ക്ഷീണം സംഭവിച്ചതിലൂടെ കയറി വന്നത് BJP ആയിരുന്നു. കൊട്ടാരക്കര നഗരസഭയിൽ അടക്കം കോൺഗ്രസിനൊപ്പം സീറ്റ് നേടാനും അവർക്കായി. ഇത് ഇടത് ക്യാമ്പിന് ആത്മവിശ്വാസം പകരുന്നതാണ്. ഏതായാലും വരും നാളുകളിൽ പ്രചരണം പൊടിപാറാൻ സാധ്യതയുള്ള ജില്ലയായി കൊല്ലം ജില്ല മാറിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.